Let us nurture the nature. The nature is not yours, nor mine, it is ours. So protect your mother who nourished you. Small hands can change the world. So, dear student, for a better tomorrow, plant more trees and make this planet a better place to live in. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി, പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി,
ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. Save Earth, save environment. Save tree, save earth. June 5th, Environment Day. It is our duty to save the environment's beauty. Save the environment, save the world. Save the nature to save the future. കൂട്ടുകാരെ, എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരം ജൈവ വൈവിധ്യമാണ്. അനിയന്ത്രിതമായ പ്രകൃതി ചൂഷണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ ഫലമായി ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചും പുനരുജ്ജീവിപ്പിച്ചും കൊണ്ട് മാത്രമേ സുസ്ഥിരമായ ജീവിതം സാധ്യമാവുകയുള്ളൂ. ഒരു മഹാമാരിയുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പ്രകൃതി ചൂഷണം തടയുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിർമ്മലമായും ഹരിതാപമായും നിലനിർത്തുന്നതിനുമുള്ള സംഘശക്തിയാകേണ്ടത് ഇളം തലമുറക്കാരായ നിങ്ങൾ കുട്ടികളാണ്. മരങ്ങൾ നട്ടും നാടും നഗരവും പച്ചപിടിപ്പിച്ചും പൂന്തോട്ടങ്ങളും ജലാശയങ്ങളും പുനരുജ്ജീവിപ്പിച്ചും ഭൂമിയുടെ കാവലാളാകാൻ നമുക്ക് കഴിയണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ തടയുക വഴി ആവാസ വ്യവസ്ഥയുടെ പ്രഭവ കേന്ദ്രമായ മണ്ണിനെയും നദിയെയും സമുദ്രത്തെയും സംരക്ഷിക്കാം. ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും ഭൂമിയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമാകയാൽ അവയുടെ വീണ്ടെടുപ്പിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മെ പൊതിയുന്ന വെളിച്ചം ഇവയൊക്കെ വരും തലമുറയ്ക്ക് കാത്തുസൂക്ഷിക്കണമെന്നും ഇവയെല്ലാം സംരക്ഷിക്കണമെന്നും 2021 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ പ്രതിജ്ഞയ്ക്കൊപ്പം ഒന്നിച്ചു മുന്നേറാൻ നമ്മുടെ വിദ്യാലയത്തിലെ കൊച്ചു കുരുന്നുകളും നമുക്കൊപ്പം ചേരുന്നു. ഇതാ watch you out. I love the way you make me feel. I'd give the world away to spend each waking day alone with you, my love. 'Cause you make me do-do-do-do-do, do-do-do-do-do, do-do-do-do-do.
the way you smile and let me watch you out. I love the way you make me feel. I'd give the world away to spend each waking day alone with you, my love. 'Cause you make me സദസ്സിന് വന്ദനം. എല്ലാവർക്കും അറിയാം, ജൂൺ 5-ന് നമ്മൾ പരിസ്ഥിതി ദിവസം ആചരിക്കുന്നു. എന്താണ് പ്രകൃതി? പുഴകളും മരങ്ങളും ചെടികളും വയലുകളും മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു സുന്ദര സ്വർഗമാണ്. അതിൻ്റെ വലിയ ഉദാഹരണമായിരുന്നു കേരളം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാലത്തൊക്കെ എത്ര സുന്ദരമായിരുന്നു. പറയുന്ന കഥ കേട്ട കൊതിയാവും. പക്ഷേ അതൊന്നും നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. നമ്മൾ അതെല്ലാം മാറ്റിയെടുക്കണം. മരങ്ങളും ചെടിയും നട്ടുപിടിപ്പിച്ച് ഭൂമിയെ ഒരു സുന്ദര സ്വർഗമാക്കിയെടുക്കണം. എന്റെ പരിസ്ഥിതിയെ ഞാൻ വളരെ വളരെ ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളും ഇഷ്ടപ്പെടണം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞ് നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞ് നടുന്നു. പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. വാക്കുകൾ വിത്തായി വിളയിക്കുവാൻ വേണം വിദ്യാലയം, പൊതുവിദ്യാലയം. പൊതുവിദ്യാലയങ്ങൾക്ക്
ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. വഴികയിലും ഉഴവെള്ളവും മരത്തണലും തിരികെ ഈ അമ്മയോട് നന്ദി പറയുന്നു. ഈ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ നിശബ്ദ താഴ്വര എന്നോ ചിതയിലേക്ക് പോകുമായിരുന്നു. പളുങ്കുവെള്ളമൊഴുക്കുന്ന കുന്തി ചരമഗതി പ്രാപിക്കുമായിരുന്നു. നിരാശ്രയ വാർദ്ധക്യങ്ങൾ ചിതലരിക്കുമായിരുന്നു. നിസ്സഹായരായ പെൺകുട്ടികൾ ചീന്തിയെറിയപ്പെടുമായിരുന്നു. ഇനിയും ഇനിയും ആർക്കൊക്കെയോ തണലാണ്, മറ്റാർക്കൊക്കെയോ കൊടുംവെയിലാണ് ഈ അമ്മ. ഇരുളിലെ ചതിക്കുണ്ടിനും പോയൊരിരവിലെ നിലാക്കുളിരിനും നന്ദി.